ഹായ് എല്ലാ കൂട്ടുകാർക്കും ഷിലൂസ് കിച്ചണിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുളി ഇഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വേഗം തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമുക്കിതിനാവശ്യമായിട്ടുള്ളത് 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു 6 ചുള വെളുത്തുള്ളി, അതുപോലെ തന്നെ 10 ചുള ചെറിയുള്ളി, ഇത്രയാണ്. ഇനി നമ്മൾ കുറച്ച് പുളി, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ചാലിച്ച് വെക്കണം. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ ചേർക്കുന്നത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞ് കൊത്തി അരിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നെടുകെ കീറിയ വെളുത്തുള്ളിയാണ് ഇട്ടത്. ഇത് കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. 5 പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ എരിവിനായിട്ട് ഈ പുളിയിഞ്ചിൻ്റെ അകത്തേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവാണ് നമ്മുടെ പുളിയിഞ്ചിക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഇനി ഞാൻ ചേർത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 10 ചെറിയുള്ളിയോളം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടണം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നാൽ ഇതിൻ്റെ പച്ചമണവും അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പുളിയിഞ്ചി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ വഴറ്റുക. ഈ പുളിയിഞ്ചി എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം കഴിയുന്തോറും ടേസ്റ്റ് കൂടുന്ന ഒരു ഡിഷാണല്ലോ, ഒരു കറിയാണല്ലോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴറ്റിയാലേ നമുക്ക് കേടുകൂടാതെ ഇരിക്കുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അല്പം കല്ലുപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും. അല്ലാതെ നമ്മൾ വേറെ ഒരു മസാലയും പുളിയിഞ്ചിയിൽ ചേർക്കില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതാ ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പം നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കില്ലേ, അതുപോലെ നമുക്ക് 2-3 ഒരാഴ്ച വരെ നമുക്കിത് കുപ്പിയിൽ നല്ല കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വെള്ളമൊന്നും തൊടാതെ വെച്ചാൽ മതി. നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ വെള്ളമൊന്നും ആവാതെ സൂക്ഷിച്ചാൽ മതി. ഇനി നമ്മളിപ്പോൾ പുളി പിഴിഞ്ഞ് ചേർക്കാൻ പോവുകയാണ്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയിൽ വേണം പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളത്തിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചാൽ പോരാ, നല്ല കട്ടിക്ക് ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് 2 പ്രാവശ്യമായിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് പുളി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു കളറും ഈ ഒരു തിക്നെസ്സും നമ്മുടെ പുളിവെള്ളത്തിന് വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല കട്ടിയായിട്ട് നമ്മുടെ പുളിയിഞ്ചി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ലൂസായിട്ടായിരിക്കും ഇരിക്കുക. പിന്നെ അത് കട്ടിയായിട്ട് വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഈ ഒരു കട്ടിക്ക് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുക. അത് ഏകദേശം നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ മുങ്ങാൻ മാത്രമുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ആണി ശർക്കരയാണ്. അപ്പോൾ നമ്മുടെ ഈ ചൂടിനകത്ത് ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇനി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും അതുപോലെ 1/2 ടീസ്പൂൺ അരി, ചോറ് വയ്ക്കുന്ന അരിയില്ലേ, അത് രണ്ടും കൂടി നന്നായിട്ട് വറുത്തെടുത്തിട്ട് പൊടിച്ചതാണിത്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പുളിയിഞ്ചി നല്ല തിക്കായിട്ട് വരാൻ, പെട്ടെന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാനുമാണ്. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് സമയം അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷമുള്ള പുളിയിഞ്ചിയാണിത്. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുളിയിഞ്ചിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും ഒന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.